ഹായ് ഹലോ ലേൺ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. ഒരു പെൺകുട്ടി നിങ്ങളെ ജീവന് തുല്യം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ചധികം സൈനുണ്ട്. ഈ സൈനൊക്കെ എന്താണെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. ഒരു പെൺകുട്ടി നിങ്ങൾ ആൺകുട്ടികളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൾ ചെയ്യുന്ന ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് സപ്പോർട്ട് യുവർ ഡ്രീംസ് ആൻഡ് ഗോൾസ് ആണ്. അതായത് നിങ്ങളുടെ സ്വപ്നം അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം അതെന്താണോ ആ ഒരു പെൺകുട്ടി മാക്സിമം നിങ്ങളെ എൻകറേജ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യും അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഏതെങ്കിലും ഒരു പെൺകുട്ടി നിങ്ങളുടെ സ്വപ്നം അല്ലെങ്കിൽ നിങ്ങളുടെ ഗോള് അത് അവളുടേതായിട്ട് കണ്ടിട്ട് നിങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു പെൺകുട്ടി നിങ്ങളെ ജീവന തുല്യം സ്നേഹിക്കുന്നുണ്ട് എന്നതാണ്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. രണ്ടാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, അണ്ടർസ്റ്റാൻഡിങ് ആണ്. അതായത് നിങ്ങളെ ഒരു പെൺകുട്ടി ജീവന തുല്യം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എല്ലാം അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവൾ ശ്രദ്ധിക്കും. അതായത് നിങ്ങളുടെ എന്ത് പ്രശ്നമാണോ ആ ഒരു സിറ്റുവേഷൻ്റെ കൂടെ അവൾ നിങ്ങളുടെ ഒപ്പം തന്നെ നിങ്ങളെ മനസ്സിലാക്കി നിങ്ങളുടെ ഒപ്പം തന്നെ നിൽക്കും. ഇങ്ങനെ ഏതെങ്കിലും ഒരു പെൺകുട്ടി നിങ്ങളുടെ എല്ലാ കാര്യത്തിനും നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളെ മനസ്സിലാക്കി നിങ്ങളുടെ കൂടെ നിൽപ്പുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു പെൺകുട്ടി നിങ്ങളെ ജീവന തുല്യം സ്നേഹിക്കുന്നുണ്ട് എന്നതാണ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. മൂന്നാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ക്വാളിറ്റി ടൈമാണ്. അതായത് ഒരു പെൺകുട്ടി നിങ്ങളെ ജീവന തുല്യം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പെൺകുട്ടി നിങ്ങളുമായിട്ട് മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും. അതായത് ഡെയിലി നിങ്ങളുമായിട്ട് കുറച്ച് നേരം ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കും. അതേപോലെ തന്നെ അവളുടെ എല്ലാ കാര്യവും നിങ്ങളോടും ഷെയർ ചെയ്യും. ഇങ്ങനെ ഏതെങ്കിലും ഒരു പെൺകുട്ടി എന്ത് റിസ്ക്കോ അല്ലെങ്കിൽ എന്ത് ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണെങ്കിലും ഡെയിലി നിങ്ങളെ കണ്ട് മിണ്ടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളെ ജീവന തുല്യം സ്നേഹമാണ് നിങ്ങളോട് എന്നതാണ്. അതായത് അവൾ നിങ്ങളെ സ്നേഹിക്കുന്നു. ഇനി നാലാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്കും കൂടി ചെയ്യണേ. നാലാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ഓപ്പൺ ആൻഡ് ഹോണസ്റ്റ് കമ്മ്യൂണിക്കേഷനാണ്. അതായത് ഒരു പെൺകുട്ടി അവളുടെ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യവും ഒരു മറയും ഇല്ലാതെ നിങ്ങളോട് ഓപ്പണായിട്ട് പറയുകയും അതും എല്ലാ കാര്യവും സത്യസന്ധമായിട്ട് നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു പെൺകുട്ടി നിങ്ങളെ ജീവന തുല്യം സ്നേഹിക്കുന്നുണ്ട് എന്നതാണ്. പെൺകുട്ടികൾ പൊതുവെ അവരുടെ വിഷമങ്ങളും കാര്യങ്ങളും ഒന്നും അധികം ആരോടും അങ്ങനെ ഓപ്പണായിട്ട് പറയത്തില്ല. അവർക്ക് അത്ര അടുപ്പമുള്ള അല്ലെങ്കിൽ അവർ അത്രമാത്രം വിശ്വസിക്കുന്നവരോട് മാത്രമായിരിക്കും അവർ എല്ലാം പറയുക. പ്രത്യേകിച്ച് അവർ കരയുന്നതൊക്കെ നിങ്ങളോട് അത്രമാത്രം സ്നേഹം ഉണ്ടെങ്കിൽ ആയിരിക്കും നിങ്ങളുടെ മുമ്പിൽ നിന്നിട്ട് അവർ കരയത്തുള്ളൂ. ഇങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരു പെൺകുട്ടി എല്ലാ കാര്യവും നിങ്ങളോട് ഓപ്പണായിട്ട് അതും സത്യസന്ധമായിട്ട് പറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നതാണ്. ഇതാണ് നമ്മുടെ നാലാമത്തെ കാര്യം. ഇനി അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. അഞ്ചാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ഇമ്പോർട്ടൻസ് ടു യുവർ ഫീലിങ്സ് ആണ്. അതായത് നിങ്ങളുടെ വിഷമം അല്ലെങ്കിൽ നിങ്ങളുടെ സങ്കടം എന്താണോ അതൊക്കെ എല്ലാം കേൾക്കുകയും നിങ്ങളെ എൻകറേജ് ചെയ്യും. അത് പോട്ടെ, സാരമില്ലട എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ മാക്സിമം അവർ സമാധാനിപ്പിക്കും. ഇങ്ങനെ നിങ്ങളുടെ ഫീലിങ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷം, സങ്കടം, എന്ത് ഫീലിങ്സ് ആയിക്കോട്ടെ അവർ അതിനൊരു ഇമ്പോർട്ടൻസ്, ഒരു വില നൽകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നതാണ്. ഇതാണ് നമ്മുടെ അഞ്ചാമതായിട്ട് വരുന്ന കാര്യം. ഇനി ആറാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. ആറാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, റെസ്പെക്റ്റ് ആണ്. അതായത് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പെൺകുട്ടി ബഹുമാനം തരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു പെൺകുട്ടി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നതാണ്. ഇപ്പോൾ ആ ഒരു പെൺകുട്ടിയുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം വന്നു, ഒരു ഡിസിഷൻ എടുക്കണം. അതിന് വേണ്ടിയിട്ട് ആ ഒരു പെൺകുട്ടി ആദ്യം തന്നെ നിങ്ങളോടാണ് ചോദിക്കുന്നത്.
എന്നിട്ട് നിങ്ങൾ പറയുന്ന കാര്യത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയന് ആ ഒരു പെൺകുട്ടി ഒരു വില നൽകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു പെൺകുട്ടി നിങ്ങളെ ജീവന് തുല്യം സ്നേഹിക്കുന്നുണ്ട് എന്നതാണ്. ഇതാണ് നമ്മുടെ 6ാമത്തെ കാര്യം. അപ്പോൾ നിങ്ങളുടെ കൂടെ ഉള്ള പെൺകുട്ടി ഈ 6 കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ 6 കാര്യങ്ങൾക്കൊക്കെ ആ ഒരു പെൺകുട്ടി ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് നൽകുന്നുണ്ടോ എന്നൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയെന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടം തീർച്ചയായിട്ടും സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത ദിവസം ഇതിലും നല്ലൊരു കിടിലൻ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.